ശ്രീജിത്തേട്ടാ, തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ബുദ്ധി കേന്ദ്രമാണ് അണ്ണാമലൈ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴിത് അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും സുപ്രധാന നീക്കമാണോ? അദ്ദേഹം മുൻപും പ്രസിഡന്റായിരുന്നു. 3 വർഷം കാലാവധി കഴിയുന്നതിന് പിന്നാലെയാണ് വീണ്ടും അദ്ദേഹത്തെ ഈ പ്രസിഡന്റായി നിയമിക്കുമെന്ന വാർത്തകൾ വരുന്നത്. കാരണം സ്വാഭാവികമായി അവിടെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം അണ്ണാമല അല്ലാതെ പ്രത്യേകിച്ച് ഒരു ജനകീയനായ നേതാവൊന്നും ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ഉയർത്തിക്കാട്ടാനില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അണ്ണാമലയെ കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹം എന്തായാലും നല്ല കഴിവുള്ള നേതാവാണ്. കേന്ദ്ര നേതൃത്വത്തിന്, പ്രത്യേകിച്ച് അമിത്ഷായുമായും നരേന്ദ്രമോദിയുമായെല്ലാം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് അണ്ണാമല എന്തായാലും ഒരു ചെറിയ മീനല്ല. അദ്ദേഹം പണ്ട് കർണാടകയിലായിരുന്നു, IPS ഉദ്യോഗസ്ഥരായിരുന്നു. അവിടെ പല IPS ഉദ്യോഗസ്ഥനായിരുന്നു തന്നെ അദ്ദേഹം വലിയ രീതിയിൽ ജനകീയനായിരുന്നു. പല പോലീസ് സ്റ്റേഷനുകളിലും പെട്ടെന്ന് തന്നെ ചില കുറ്റകൃത്യം ചെയ്യുന്ന പ്രതികൾക്ക് വേണ്ടി അവരോടൊപ്പം സപ്പോർട്ട് ചെയ്തതിനാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു പോലീസ് സ്റ്റേഷനെ മുഴുവൻ പിരിച്ചുവിടുന്ന രീതിയിലേക്കെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജനകീയനായ ഒരു സിനിമാ താരത്തിനോടൊപ്പം ആ രീതിയിൽ ജനക്കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു അണ്ണാമലൈ. പക്ഷേ അതിനിടയിലാണ് പെട്ടെന്ന് അദ്ദേഹം ഈ IPS ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യുകയാണ്. അപ്പോഴേക്ക് എല്ലാവരും കരുതി പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താൻ കർഷകനായി മാറുകയാണ്, കൃഷിയിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൃഷിയുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു 2021 ഇദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് പ്രസിഡന്റായി മാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും എല്ലാവരും ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു, അങ്ങനെ ഈ ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ കുടുംബ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനെ എങ്ങനെ തമിഴ്നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പലരും സംശയം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് അതിനുള്ള കാരണം തമിഴ്നാടാണ്. തമിഴ്നാട് എല്ലാ കാലത്തും ഒന്നെങ്കിൽ സിനിമാ ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം വേണം. അങ്ങനെയുള്ളവരാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പച്ച പിടിച്ചിട്ടുള്ളത്. ഇപ്പോഴുള്ള സ്റ്റാലിൻ തന്നെ അറിയാതെ കരുണാനിധിയുടെ മകനാണ്. കരുണാനിധി തിരക്കഥാകൃത്തായിരുന്നു, മുൻ സിനിമയിൽ തിരക്കഥാകൃത്തായിരുന്നു. പിന്നീട് നാം അണ്ണാ DMK നോക്കുമ്പോഴും അവിടെ MGR സിനിമാ നടനാണ്. അതിനുശേഷം വന്ന ജയലളിതയും സിനിമാ നടനാണ്. ഇപ്പോൾ സ്റ്റാലിൻ്റെ മകൻ സിനിമയിലൂടെയാണ് പിന്നീട് ജനങ്ങൾ അറിയുന്നതും ഇപ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്നു. അത്തരത്തിൽ രണ്ട് പാർട്ടികളിൽ നോക്കിയാലും ഒരു സിനിമാ താരങ്ങൾ മാത്രം അംഗീകരിക്കുന്ന, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് അണ്ണാമലയ്ക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും പലരും ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് മറുപടി കൊടുക്കുന്നത്. അദ്ദേഹം എന്നും കർഷകന്റെ മകനായിരുന്നു സ്വയം തന്നെ പറയുന്നത്. ഞാൻ കർഷകന്റെ മകനാണ്, എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല, എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ താൻ പോയി കൃഷി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ ആട് വളർത്തി ജീവിക്കുമെന്ന് ജനങ്ങളോടൊപ്പം ഇത്തരം പ്രസ്താവനകളെന്നും ജനങ്ങൾ ഏറ്റെടുക്കുമല്ലോ. ജനങ്ങളെന്നും ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയാം, VS എന്തുകൊണ്ട് അംഗീകരിച്ചു. VS ആലപ്പുഴയിൽ ഒരു സാധാരണക്കാരനായിരുന്നു. ആ രീതിയിൽ സാധാരണക്കാരെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത്, പെട്ടെന്ന് അംഗീകരിക്കും. ആ ശ്രമം തന്നെ അദ്ദേഹം അവിടെ നടത്തി. വർഷങ്ങൾ കൊണ്ട് തന്നെ, കുറച്ച് കാലയളവിൽ തന്നെ പെട്ടെന്ന് ജനകീയനാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിലാണ് ജയലളിതയുടെ മരണത്തിന് ശേഷം അണ്ണാ DMK പൂർണ്ണമായി തന്നെ തളർച്ചയിലാണ്. ആ സ്പേസിലേക്ക് വളരാൻ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് വളരാൻ എന്തായാലും കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു. അതിനാൽ തന്നെ പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം സർവേകളിൽ BJP 5-6 സീറ്റുമെല്ലാം നേടുമെന്ന രീതിയിലേക്കുള്ള വലിയൊരു തരംഗമുള്ളതായി സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ എന്തായാലും DMK വലിയ ഒറ്റക്കെട്ടായി നിന്ന് മത്സരിച്ചു. അതുകൊണ്ട് തന്നെ BJP ഉൾപ്പെടുന്ന സഖ്യത്തിന് എന്തായാലും സീറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ വലിയ രീതിയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 18% വോട്ട്. കർണാടക 3ാമത്തെ കക്ഷിയാണ് BJP. DMKയും അതോടൊപ്പം തന്നെ അണ്ണാ DMK, മറിച്ച് BJP. അങ്ങനെ 3ാമത്തെ കക്ഷിക്ക് തന്നെ 18% വോട്ട് ലഭിക്കുകയാണ്. അത് എന്തായാലും അണ്ണാമലയുടെ കഴിവാണ്. തുടർന്നാണ് പിന്നെ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇനി മുൻകാലങ്ങളിലെ പോലെയല്ല. ഇപ്പോൾ വിജയ് കൂടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. TVK അല്ലെ, തമിഴ് കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി വിജയ് കൂടെ വരികയാണ്. അപ്പോഴേക്കും തമിഴ്നാട് രാഷ്ട്രീയം മാറുകയാണ്. അവിടെ പുതിയ തലമുറയിലേക്ക് രാഷ്ട്രീയം മാറുകയാണ്. അവിടെ ഒരു DMKയിൽ ഉദയനിധി സ്റ്റാലിൻ, അതോടൊപ്പം തന്നെ വിജയുടെ പാർട്ടി, മറുസൈഡിൽ BJPയുടെ അണ്ണാ DMK നയിക്കുന്ന പാർട്ടി. ഇതിനിടയിൽ പെട്ടിരിക്കുന്നത് അണ്ണാ DMK ആണ്. അണ്ണാ DMKയിൽ ഒരു യുവ നേതാവില്ല.
കാരണം ഈ മൂന്ന് പാർട്ടികളും യുവതലമുറയെ വളർത്തിയെടുക്കുകയാണ്. അതെ. എന്നാൽ രണ്ടാമത്തെ ഏറ്റവും ജയലളിതയുടെ പാർട്ടിയായ അവർക്ക് ഇപ്പോൾ ഒരു യുവമുഖം ഉയർത്തിക്കാട്ടാൻ കഴിയുന്നില്ല. അതിനാൽ തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് ഇപ്പോൾ BJP അണ്ണാ DMKയും തമ്മിൽ താമസിയാതെ തന്നെ ഒരു സഖ്യമായി അവിടെ മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതും BJP എന്തായാലും കഴിഞ്ഞ തവണ അവർ സഖ്യമായാണ് മത്സരിച്ചത്. അങ്ങനെ 4 MLA-മാർ അവർക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമവുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ BJP കൂടുതൽ പ്രവർത്തനങ്ങളുമായി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഉത്തരേന്ത്യയും പിന്നീട് കിഴക്ക് പടിഞ്ഞാറ് മേഖലയിലെല്ലാം BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി തെക്കേ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. അവർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർണാടകയിലേക്ക് കടന്നു കയറി അവിടെ അധികാരം പിടിച്ച് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നീട് അടുത്ത ലക്ഷ്യമായിരുന്നു തെലങ്കാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 8 സീറ്റ്, BJPക്ക് 8 സീറ്റിലേക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. പിന്നീട് കേരളത്തിലും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായി. പിന്നീടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസരിച്ച് ഒരു നേതാവാണ് ഒരു തമിഴനായി, അവിടെ തമിഴൻ എന്ന് പറയുന്നതാണല്ലോ, പക്ക തമിഴനായ ഒരു അണ്ണാമല ഉയർത്തിക്കാട്ടിയാണ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അണ്ണാമല വീണ്ടും വരികയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി വരാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പുകളുണ്ട്. കാരണം മുൻപ് വർഷങ്ങളായി തന്നെ അവിടെ പ്രവർത്തിച്ചു വരുന്ന നേതാക്കളുണ്ടല്ലോ, വലിയ സ്വപ്നവുമായി പല സ്ഥാനങ്ങൾ സ്വപ്നം കണ്ട് പ്രവർത്തിച്ചിരുന്ന നേതാക്കൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് അണ്ണാമലൈ. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് റിസൈൻ ചെയ്ത് BJPയിലേക്ക് വരുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് സ്ഥാനം നൽകുകയാണ്. അപ്പോഴേക്കും ഇത് വർഷങ്ങളായി തന്നെ പ്രവർത്തിച്ച് നിൽക്കുന്ന പലർക്കും ഇത് ദഹിച്ചിട്ടില്ല. അവർ എന്തായാലും ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനവുമായല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് പിന്നാലെ വന്നിരുന്നു. ഇദ്ദേഹത്തെ മാറ്റണമെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മോദിയുടെയും അമിത്ഷായുടെയും പൂർണ്ണമായ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി വരുന്നത്. പക്ഷെ ഇദ്ദേഹം ജനങ്ങൾക്കിടയിലല്ല, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമാണ്. കാരണം അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനാണ്. IPS ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലി കളഞ്ഞ് രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നു, ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പല പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ IPS ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇദ്ദേഹം ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും. കാരണം ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ, കാരണം അങ്ങനെ ഒരു മനുഷ്യനാണ്, ഒരു കർഷകന്റെ മകനാണ്. അവിടെ നിന്ന് അദ്ദേഹം ഏതൊരു കോഴ്സ് ചെയ്തിരുന്നു. ആ കോഴ്സുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ജോലിയുടെ ഇടയിലാണ് അദ്ദേഹം ഇത് ചെയ്തത്, ഈ ട്രെയിനിങ്. IPS പഠിക്കാൻ കയറുകയും സിവിൽ സർവീസ് പഠിക്കാൻ കയറുകയും അതിൽ അദ്ദേഹം വിജയിക്കുന്നു. പക്ഷെ ആ ജോലി ലഭിച്ചിട്ട് കർണാടകയിലായിരുന്നു. അവിടെ മികച്ച പേരുണ്ടാക്കുന്നു. അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ വിജയ്ക്ക് സമാനമായ, അങ്ങനെയാണ് വിജയ്ക്ക് ഒരു ഇമേജ് ഉണ്ടാകുന്നത്. കാരണം അത് വിജയുടെ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമാണിത്. അദ്ദേഹം ഏത് സിനിമ ചെയ്താലും ഒരു 200 കോടി ഉറപ്പുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം പൂർണ്ണമായി തന്നെ സിനിമ നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. ഇത് ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. കാരണം ഇത്രയും കോടികൾ വരുമാനമുള്ള ഒരു നടൻ അദ്ദേഹത്തിന്റെ കരിയർ ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു 50%-ലധികം ജനങ്ങൾ, ഒരു യുവാക്കൾക്കിടയിൽ എന്തായാലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും ഈ തമിഴ്നാട് രാഷ്ട്രീയം പൂർണ്ണമായി മാറുകയാണ്, യുവാക്കളിലേക്ക് പോകുകയാണ്. അവിടെ 3 പേരാണ് പ്രധാനമായി ഉയർന്നു വരുന്നത്. അവർ തമ്മിലുള്ള മത്സരമായിരിക്കും വരുന്ന 2026 അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. എന്തായാലും ആര് വിജയിക്കുമെന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷെ ആ നേതാവായിരിക്കും ഇനി ഭാവിയിൽ വലിയ സ്വാധീനമുണ്ടാക്കുവാൻ തമിഴ്നാട്ടിൽ പോകുന്നത്.